ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ നിക്കോദെമോസിനോട് സംസാരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 8-ാം തിരുവചനം. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുക. കാറ്റിനോടാണ് ഉപമിക്കുക. ഒരു കാറ്റ് വരുമ്പോൾ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. എന്നിട്ട് പറയുക, ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന വ്യക്തി. ആത്മാവിൽ നിന്ന് ജനിക്കുന്ന വ്യക്തിയെ നിനക്ക് നിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നിനക്ക് നിൻ്റെ കണക്കൂട്ടൽ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് അതിനെ ഗണിക്കുവാൻ പറ്റില്ല, അളന്നു നോക്കാൻ പറ്റില്ല. ആത്മാവിൻ്റെ പ്രവർത്തനം ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ബുദ്ധിക്ക് അതീത. ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രിയ സഹോദര സഹോദരി, നീ നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു, സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തെ നയിക്കുക. ആത്മാവിന് വിധേയപ്പെടുന്ന വ്യക്തികളിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിടുക. അവർക്കാണ് ശുശ്രൂഷയുടെ വിളികൾ ലഭിക്കുക. അവർക്കാണ് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുക. വിട്ടുകൊടുക്കണം, സമർപ്പിച്ചേ പറ്റൂ. ആത്മാവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിൻ്റെ നാമത്തിൽ ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.